ലേബർ റൂമിന്റെ ഡോർ തുറന്ന് ഹരിയും റയാൻഷും ഒരുപോലെ ചെയറിൽ നിന്നും എഴുന്നേറ്റും ലച്ചുവിന്റെ അടുത്തേക്ക് നടന്നു. അവൾ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. രണ്ടുപേരെ നോക്കി അവളൊന്ന് ചിരിച്ചു. ഹരി അവളുടെ നെറുകിൽ പതിയെ തലോടുന്നതിനൊപ്പം ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. റയാൻഷ് ഒന്നും മിണ്ടാതെ ആ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്. മുഴുവനായി തുറക്കാത്ത കണ്ണുകൾ, നന്നെ ക്ഷീണം ബാധിച്ച മുഖം, ഒരിറ്റ് നനവില്ലാതെ വയലറ്റ് നിറത്തിലുള്ള ചുണ്ടുകൾ. റയാൻഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വരാതെ ആ സങ്കടം അവൻ ചുണ്ടിൽ കടിച്ചു പിടിച്ചു. ലച്ചു കൈ പൊക്കിയതും അവൻ ആ കയ്യിൽ മുറുക്ക പിടിച്ചു. കുഞ്ഞിനെ കണ്ടില്ലേ? അടഞ്ഞു പോയ ശബ്ദം. റയാൻഷ് ഒന്നും മിണ്ടാതെ നിറ കണ്ണുകളുടെ ഒന്ന് തല കുലുക്കുക മാത്രം ചെയ്തു. നേരെ റൂമിലേക്കാണ് പോയത്. ലച്ചുവിനെ കയ്യിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തിയത് റയാൻഷാണ്. അവളെ ബെഡിലേക്ക് കിടത്തി അവൾക്കടുത്തായി ബെഡിലായി അവനുമിരുന്നു. കരയുന്നുണ്ടോ? സുഭദ്രയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി ലച്ചു ചോദിച്ചു. അന്നേരമൊക്കെ റയാൻഷിന്റെ കണ്ണുകൾ ലച്ചുവിന്റെ മാത്രമായിരുന്നു. രാവിലെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്ത് ലേബർ റൂമിലേക്ക് കയറ്റി വിട്ടവളാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. എത്രത്തോളം വേദന സഹിച്ചു കാണും. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ജ്യൂസ് പറയട്ടെ? സുഭദ്ര മറുപടി പറയും. അതിന് ലച്ചു തിരിച്ചെന്തോ പറയുകയും ചെയ്യുമ്പോഴാണ് റയാൻഷിന്റെ ചോദ്യം. ലച്ചു കുഞ്ഞിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവന്റെ മുഖത്തേക്ക് നോക്കി. ചുവന്ന് കലങ്ങിയ കണ്ണുകൾ. ആരുമില്ലെങ്കിൽ തന്നെ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ ചിലപ്പോൾ കരഞ്ഞു നിൽക്കും. ശ്രീ. ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ റയാൻഷ് അവൾക്ക് നേരെ മുഖം താഴ്ത്തി പതിഞ്ഞൊന്ന് വിളിച്ചു. ലച്ചു ഇമ വെട്ടിക്കൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ദാഹിക്കുന്നില്ലേ? അവളുടെ വയറിന്റെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവന്റെ ചോദ്യം. ലച്ചു തല കുലുക്കി. റയാൻഷ് മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. വേദനയുണ്ടോ? ചുണ്ടൊരൽപ്പം മാത്രം അകത്തിക്കൊണ്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിനവൻ ചോദിച്ചു. അത്രയും പേര് ആ റൂമിൽ നിൽക്കുന്നതിന്റെ ഒരു വല്ലായ്മ അവനിലുണ്ടെങ്കിലും അവരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് അവന്റെ ഭാര്യയും കുഞ്ഞിനെയും അവനെ കിട്ടില്ലെന്ന് അവൻ അറിയാം. ഇല്ല, ജ്യൂസ് വാങ്ങി വാ. ഇവിടെ ചെറിയ വേദനയുണ്ടായിട്ടും ലച്ചു അതൊന്നും പുറത്തേക്ക് കാണിക്കാതെ ചെറു ചീരിയോടെ പറഞ്ഞു. ലച്ചുവിന്റെ നെറ്റിയിലും കവളിലും ഒന്ന് തലോടി സുഭദ്രയുടെ കയ്യിലെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ആ റൂമിന് പുറത്തേക്ക് നടന്നു. ഇനി കുഞ്ഞിന് പാല് കൊടുക്ക് ലച്ചു. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് വാങ്ങിക്കോ. അതോ എന്തെങ്കിലും കഴിച്ചിട്ട് മതിയോ? കുഞ്ഞിനെയും കൊണ്ട് ലച്ചുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സുഭദ്ര ചോദിച്ചു. വിശപ്പില്ല. കിച്ചുവേട്ടൻ ജ്യൂസ് വാങ്ങാൻ പോയിട്ടുണ്ട്. അത് കുടിച്ചിട്ട് ഒന്ന് മയങ്ങാം. ഉറക്കം വരുന്നുണ്ട്. ലച്ചു ക്ഷീണത്തോടെ പറയുമ്പോൾ സുഭദ്ര അലിവോടെ അവളെ നോക്കി. ഹരി തന്നെയാണ് ലച്ചുവിനെ ബെഡിലേക്ക് ചാരി ഇരുത്തിയത്. വേദന കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ലച്ചു നേരെയിരുന്നു. സ്റ്റിച്ചിന്റെ വേദന അവളെ ശരീരം മുഴുവനും അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ്. മടിയിലൊരു തലയിണ വെച്ച് അതിൽ കുഞ്ഞിനെ കിടത്താം. അങ്ങനെ ആകുമ്പോ വല്ലാതെ വേദനിക്കില്ല. സുഭദ്ര പറഞ്ഞു കൊടുക്കുമ്പോൾ ഹരി തലയിണ എടുത്ത് ലച്ചിനെ മടിയിൽ വെച്ചു കൊടുത്തു. സുഭദ്ര കുഞ്ഞിനെ ആ തലയിണയ്ക്ക് മുകളിൽ കിടത്തിയതും ഹരി റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി റോഷ്നിയും അവന്റെ പിന്നാലെ ഇറങ്ങി. ഹരി. പുറത്തെ വരാന്തിൽ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നവന്റെ കാൽത്തൊടിയിൽ തലോടി അവന്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് റോഷ്നി വിളിച്ചു. ലച്ചുവിന്റെ വേദന അറിഞ്ഞുകൊണ്ടുള്ള സങ്കടമാണ് അവന്റെ മുഖത്ത്. നമുക്ക് എല്ലാവർക്കും ഒരു സുന്ദരി വാവയെ കിട്ടിയില്ലേ ഹരി? അതിന് ഏട്ടത്തി ഇത്തിരി വേദനിച്ചാൽ എന്താ? നാളെ വേദനയൊക്കെ മാറും. നമുക്കൊരു വാവയെ കിട്ടിയില്ലേ? ഒരു സുന്ദരി വാവ. എന്ത് രസാ കാണാൻ. ആ മുഖം ഓർക്കുമ്പോ ഇങ്ങനെ സങ്കടപ്പെടാൻ തോന്നൂ? സന്തോഷിക്കാൻ മാത്രമല്ലേ തോന്നൂ? അവളുടെ വാക്കുകളിൽ കുഞ്ഞിനോടുള്ള അവളുടെ സ്നേഹവും വാത്സല്യം നിറഞ്ഞു നിന്നു. ഒപ്പം അവനെ സമാധാനിപ്പിക്കണം എന്നതും. ഹരിമുഖം ചെരിച്ചുകൊണ്ട് റോഷ്നിയെ നോക്കുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഏട്ടത്തിക്ക് ചെറിയൊരു വേദന മാത്രമേ ഉണ്ടാകൂ. സഹിക്കാൻ കഴിയുന്ന വേദന. ആ വേദനയ്ക്കാൾ ഏട്ടത്തി ഇപ്പോൾ സന്തോഷിക്കുകയല്ലേ? ഒരു വാവയെ കിട്ടിയില്ലേ? റോഷ്നി നിറച്ചിരിയോടെ പറയുമ്പോൾ ഹരിയുടെ ചുണ്ടിലും ഒരു ചിരി തിരിഞ്ഞു. നിന്റെ ഡയലോഗ് കേട്ടാൽ നിന്റെ ഡെലിവറി കഴിഞ്ഞ പോലെ. ഹരിയുടെ വാക്കുകളെ കളിയക്കൽ മനസ്സിലായപ്പോൾ റോഷ്നി അവനെ കണ്ണൊട്ടി നോക്കി. ഇങ്ങനെ പറയാൻ ഡെലിവറി കഴിയണമെന്നൊന്നുമില്ല. ഒരു സ്ത്രീ ആയാൽ മാത്രം മതി. റോഷ്നി ചുണ്ടു കൊട്ടിക്കൊണ്ട് പറയുമ്പോൾ ഹരി അവളെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. നമുക്കെന്നാ ഹരി ഒരു ബേബി വരാ? എന്തോ ആലോചനയോടെ ഇരിക്കുന്നവന്റെ തോൾ താടി കുത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊരു ചോദ്യം. നമുക്ക് ബേബി വരാൻ കുറെ കഴിയണം. എന്റെ കുഞ്ഞിപ്പെണ്ണ് ഒന്ന് വലുതായി പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടട്ടെ. ബേബി വരും. അതുവരെ നമുക്ക് അകത്ത് കിടക്കുന്ന ബേബിയെ നോക്കാം. ഹരി പറയുമ്പോൾ റോഷ്നി തല കുലുക്കി സമ്മതിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് മുഖം അമർത്തി. 3 ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിലും ലച്ചുവിനെയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ലച്ചുവിനെയും കുഞ്ഞിനെയും നോക്കാൻ ഒരു ഹോം നേഴ്സ് നിൽക്കുന്നുണ്ട്. ഞാൻ ഞാൻ ഞാനിവിടെ നിന്നാലോ? ഹോസ്പിറ്റലിനും വീട്ടിലേക്ക് സുഭദ്രയും ദേവേന്ദ്രനും രുദ്രനും അഞ്ജുവും ഒക്കെ വന്നിട്ടുണ്ട്. ലച്ചുവിനെയും കുഞ്ഞിനെയും വീട്ടിലാക്കി എല്ലാവരും കൂടെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് സുഭദ്ര ദേവേന്ദ്രനെ നോക്കി ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഹരിക്കാണ്. അതവന്റെ മുഖത്ത് കാണാനും ഉണ്ട്. അതിനെന്താ നിന്നോമേ?
കുറച്ചു ദിവസം കഴിഞ്ഞു പോവാം. ഹരി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ ഒന്നും മിണ്ടാതെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. വർഷങ്ങൾക്ക് മുൻപ് മകന്റെ വിവാഹം കഴിഞ്ഞെന്ന് രാത്രി വീട്ടിലേക്ക് കയറി വന്ന് മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞ അവന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ടു പോയവനാണ്. അവനാണ് ഇന്ന് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്, അതും മരുമകനായി. ദേവേന്ദ്രന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആയിക്കോട്ടെ, കുറച്ചു ദിവസം ഇവിടെ നിന്നോ, ഇടയ്ക്കിടയ്ക്ക് ഞാനും വരാം. ദേവേന്ദ്രൻ ചിരിയോടെ സുഭദ്രയെ നോക്കി പറയുമ്പോൾ അവിടെ മുഖത്തും ഒരു ചിരിയുണ്ട്. അടുക്കള ജോലിയും പുറം ജോലിയും ഒക്കെ 2 ചേച്ചിമാരുണ്ട്. അതിന് പുറമെ ലച്ചുവിനെയും കുഞ്ഞിനെയും നോക്കാൻ വേറെ ആളും. എന്നാലും എല്ലായിടത്തും സുഭദ്രയുടെ കണ്ണുകൾ എത്തണം. ചെയ്യുന്ന ജോലികൾക്ക് പിന്നാലെ ഒരാൾ നോക്കാനും പറയാനും ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്നവരുടെ ശ്രദ്ധ ഒന്ന് കൂടും. അവർ കാര്യങ്ങൾ നല്ല പോലെ ചെയ്യും. അങ്ങനെ സന്തോഷവും സമാധാനവും നിറഞ്ഞുന്ന ലച്ചുവിന്റെ പ്രസവരക്ഷ ദിനങ്ങൾ കടന്നുപോയി. ചാരി കിടക്കുന്ന വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ലച്ചു അങ്ങോട്ട് നോക്കി. റയാൻഷാണ്. അവൻ ലച്ചുവിനെ നോക്കി അകത്തേക്ക് കയറുന്നതിനൊപ്പം വാതിലടിച്ച് ലോക്കാക്കി. ലച്ചുവിന് ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇതുവരെയും ഒരുമിച്ച് അവർ മാത്രമായി സംസാരിച്ചിട്ടില്ല. ഇന്ന് വരെ അവൻ അവന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒന്നൊറ്റയ്ക്ക് അവനെ കയറ്റിയിട്ടില്ല എന്നതാണ് സത്യം. അവൻ റൂമിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒക്കെയായിട്ട് എപ്പോഴും ലച്ചുവിന്റെ റൂമിലുണ്ടാകും. അതുകൊണ്ട് അവൻ അതിനൊരു അവസരം കിട്ടിയില്ല. ഇന്നിപ്പോ ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ റൂമിന്റെ ഡോർ ലോക്ക് ആക്കിക്കൊണ്ട് തന്നെ റൂമിലേക്ക് കയറിയത്. ബെഡിൽ കിടക്കുന്ന ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ നേരെ പോയത് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കാനാണ്. കൈയൊക്കെ ചുരുട്ടി കയറ്റി വെച്ചുകൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് സുന്ദരി. റയാൻഷിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. എന്നും എപ്പോഴും റൂമിലേക്ക് വരും. വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് മുഴുവനും റൂമിലുണ്ടാകും. പക്ഷെ കുഞ്ഞിനെ നോക്കി കുഞ്ഞിനെ കളിപ്പിച്ച് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ലച്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ എന്ത് ചെയ്യാനാ, റൂമിലുള്ള ആള് പോവണ്ടേ? ഉണർത്തണ്ട, ഇനി ഒന്നുകൂടെ ഉറങ്ങാൻ എനിക്ക് വയ്യ. ലച്ചു പറഞ്ഞതും കുഞ്ഞിന്റെ കവിൾ തൊടാനായി ഉയർത്തിയ കൈ അവൻ പിന്നിലേക്ക് വലിച്ചു. ജനിച്ചിട്ട് ഇത്ര ദിവസമായിട്ടേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞിപ്പെണ്ണ് കരയാൻ വേണ്ടി വാ തുറന്ന പിന്നെ അടക്കില്ല. ഭയങ്കര വാശിക്കാരിയാണ്. വിശന്നാ പിന്നെ പറയണ്ട. ലച്ചു ബാത്റൂമിലോ മറ്റോ ആണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് ലോകത്തുള്ളവരെ മൊത്തം അറിയിക്കും. ആ നിലവിളിയും വാശിയും ഒക്കെ അറിയുന്നത് കൊണ്ടാവാം കുഞ്ഞിനെ തൊടാൻ വേണ്ടി ഉയർത്തിയ കൈ താഴ്ത്തിക്കൊണ്ട് അവൻ ലച്ചുവിന്റെ അടുത്തേക്ക് വന്നത്. ബെഡിലേക്ക് ഇരുന്ന് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ കണ്ണുകളിൽ ഇപ്പോഴും ഒരു ക്ഷീണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വയ്യേ? ബെഡിൽ നിവർത്തി വെച്ച ലച്ചുവിന്റെ കൈ പുറത്ത് പതിയെ തലോടിക്കൊണ്ടൊരു ചോദ്യം. ഇപ്പോ ഒരു കുഴപ്പമില്ല, വേദനയൊക്കെ മാറി, ഒരു ടെൻഷനും ഇല്ല. കുഞ്ഞിനെ നോക്കാനും എന്നെ നോക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പിന്നെന്ത് വയ്യായിക, എല്ലാം മാറി. സുഭദ്ര അവളെ നോക്കാൻ വേണ്ടി അവിടെ നിന്നത് അവൾക്ക് വല്ലാത്ത സന്തോഷം നൽകിയിട്ടുണ്ട്. അതിനു പുറമെ അവളുടെ വല്യമ്മമാരും ചെറിയമ്മമാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അതൊക്കെ സന്തോഷം തന്നെയല്ലേ? എന്നോട് സംസാരിക്കാനും എന്നെ നോക്കാനും മാത്രമേ സമയമില്ലാത്തുള്ളൂ. അത് പറയുമ്പോൾ റേൻഷിന്റെ മുഖം വീർത്തു. ലച്ചുവിന്റെ ചുണ്ടിലൊരു ചിരി തിരിഞ്ഞു. ആരെങ്കിലും ഒരാളെങ്കിലും റൂമിലുള്ള സമയത്താകും അവൻ അടുത്തേക്ക് വരുന്നത്. അവരെ മാറ്റി നിർത്തി അവനോട് സംസാരിക്കാൻ പറ്റോ? ഇല്ലല്ലോ. അവൻ കുഞ്ഞിനെ നോക്കി കുഞ്ഞിനോട് സംസാരിച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ട് അവൾ കിടക്കും. അല്ലാതെ എന്ത് ചെയ്യാ? ആഗ്രഹമില്ലഞ്ഞിട്ടാണോ കിച്ചുവേട്ടാ? ആരെങ്കിലും ഇവിടെ അടുത്തുണ്ടാകുമ്പോഴല്ലേ കിച്ചുവേട്ടൻ വരാ? അല്ലാതെ വരാൻ ഇവിടെ ആരെങ്കിലും ഇല്ലാതെ ഇരിക്കുന്നില്ലല്ലോ. എല്ലാരും ഉണ്ടല്ലോ. ഇതിലും നല്ലത് എന്റെ വീടായിരുന്നു. ഞാൻ നോക്കുകയായിരുന്നു. ആരുടെ ശല്യം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയും. റയാൻ ശ്വാസിയിൽ പറയുമ്പോൾ ലച്ചു പതിയെ പെട്ടിയിൽ നിന്നും എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റ് ചാരിയിരുന്നു. അവളെ പെട്ടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കാനും ഇരുത്താനും ഒക്കെ അവൻ സഹായിച്ചു. ലച്ചു റയാൻഷിന്റെ കൈ അവളുടെ കയ്യിൽ ഒതുക്കി പിടിച്ചു. അങ്ങനെയൊന്നും പറയാതെ കിച്ചുവേട്ടാ, എന്റെ വീട്ടിൽ നിൽക്കുന്ന സന്തോഷം ഒരിക്കലും അവിടെ നിൽക്കുമ്പോൾ കിട്ടില്ലല്ലോ. എല്ലാരും കൂടെയുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? കിച്ചുവേട്ടൻ അതിനനുസരിച്ച് നിൽക്കണ്ടേ? അതല്ലേ എനിക്ക് സന്തോഷം. ലച്ചു അവന്റെ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ റയാൻഷ് ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പറയുന്നതൊക്കെ കയറി തന്നെയാവാം, പക്ഷേ ഒറ്റയ്ക്കുള്ള കിട്ടുന്നില്ലല്ലോ. അതാണ് അവന്റെ പ്രശ്നം. റയാൻഷ് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് ലച്ചുവിന്റെ പുറം ഭാഗത്തായിരുന്നു. ലച്ചു അവന്റെ നെഞ്ചിലേക്ക് പുറം അമർത്തി റയാൻഷ് 2 കൈകൾ കൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു. എന്നാൽ ഞാനും നീയും നമ്മുടെ മോളും മാത്രം കുറച്ചു സമയം ഇരിക്കാനുള്ള സമയം എനിക്ക് തായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിനും വരില്ല. മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. ലച്ചുവിന്റെ ഷോട്ടറിൽ താടി കുത്തി അവളുടെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ടൊരു പറച്ചിൽ. ലച്ചുവിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആയിക്കോട്ടെ, കിച്ചുവേട്ടൻ റൂമിലേക്ക് വരുമ്പോ ആരെങ്കിലും റൂമിലുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ കിച്ചുവേട്ടന് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, നിങ്ങളൊക്കെ പുറത്തു പോകണമെന്ന് ഞാൻ പറയാം. എങ്ങനെയുണ്ട്? മതി, അങ്ങനെ മതി. ആരോട് എന്ത് പറഞ്ഞിട്ടും വേണ്ടില്ല. എനിക്ക് കുറച്ചു നേരം നിങ്ങളെ കൂടെ എങ്ങനെ ഇരിക്കണം. അതും പറഞ്ഞിട്ട് റയാൻഷ് ലച്ചുവിന്റെ കവിൾ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ലച്ചു മുഖം ചിരിച്ചുണ്ട് അതുപോലെ ഒരു ഉമ്മ അവന്റെ കവിളും കൊടുത്തു. അപ്പോഴേക്കും തൊട്ടിൽ കിടന്നിരുന്ന സുന്ദരി പെണ്ണ് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2 പേരുടെയും നോട്ടം ഒരുപോലെ അങ്ങോട്ട് നീണ്ടു. റയാൻഷ് തന്നെയാണ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് ബെഡിലേക്ക് കിടത്തിയത്. കറിയില്ലേ പൊന്നാ, അമ്മ ഇപ്പോ പാപ്പം തരും. ബെഡിൽ കിടത്തി നനഞ്ഞ തുണി മാറ്റി കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് റയാൻഷ് കൊഞ്ചിക്കുന്നുണ്ട്. ലച്ചുവിന് അത് കണ്ട് ചിരി വന്നു.
കൊഞ്ചിക്കാനൊന്നും അറിയില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഓരോന്നും പറയുമ്പോഴും ആ ശബ്ദത്തിൽ ഇത്തിരി ഗൗരവം ഉണ്ടാകും. പക്ഷേ അങ്ങേയറ്റം വാത്സല്യം മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും. ഹോ, പാല് കൊടുത്തേ, അല്ലെങ്കിൽ പെണ്ണിവിടെ തിരിച്ചു വയ്ക്കും. ചുവന്നു കയറിയ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേഗത്തിൽ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്ത് ലച്ചുവിനെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടയിൽ അവൻ പറയുന്നുണ്ട്. ലച്ചു ഒരു ചിരിയോടെ കുഞ്ഞിനെ മടിയിലേക്ക് ഇരുത്തി മാറിലേക്ക് അണച്ചു പിടിച്ചു. റേൻഷിനെ ഒന്ന് പാടി നോക്കിക്കൊണ്ടാണ് അവൾ നൈറ്റിയുടെ സിബ് തുറന്നത്. ബാക്കിയൊക്കെ ചെയ്തു കൊടുത്തത് റയാൻസ് തന്നെയാണ്. ശ്വാസം കിട്ടാതെ കരയുന്ന കുഞ്ഞിന്റെ കുഞ്ഞു ചുണ്ടിലേക്ക് അവൻ ധൃതിയിൽ മുട്ടിച്ചു കൊടുത്തപ്പോൾ ഒരു മൂളലോടെ കുഞ്ഞിപ്പെണ്ണ് കണ്ണുകൾ ചിമ്മി ചിമ്മി അടച്ചു. രണ്ടുപേരും ഒരു ചിരിയോടെ ആ മുഖത്തേക്ക് നോക്കി. റയാൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അവിടെ അടുത്ത ബെഡിലായിരുന്നു. ഉറങ്ങിയോ? കണ്ണുകൾ അടച്ചുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ റയാൻ ആ കുഞ്ഞിക്കവിളിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് ചോദിച്ചു. കുഞ്ഞിപ്പെണ്ണ് കണ്ണ് തുറന്നുകൊണ്ട് ഒന്ന് ഞെരിപിരി കൊണ്ടതും റയാൻഷ് വേഗം മുഖം മാറ്റി. അത് കണ്ടതും ലച്ചു ഉറക്ക ചിരിച്ചു. റയാൻഷ് ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ കവിളിൽ അമർത്തി മുത്തി. ലച്ചു പാല് കൊടുക്കുമ്പോൾ അവർ റൂമിൽ നിന്ന് ഇറങ്ങി പോവാറാണ് പതിവ്. എന്തോ അവനൊരു മടിയാണ്. ആരെങ്കിലും റൂമിലുണ്ടെങ്കിൽ ആ സമയം അവൻ അവിടെ ഇരിക്കില്ല. അങ്ങനെയുള്ളവരാണ് ഇന്നിപ്പോ ഇരിപ്പിരിക്കുന്നത്. ലച്ചു, മോളെ ലച്ചു. ഡോറിൽ തട്ടിയുള്ള സുഭദ്രയുടെ ശബ്ദം കേട്ടപ്പോൾ റയാൻഷ് ലച്ചുവിൽ നിന്നും ആകുന്ന ഡോർ തുറന്നു കൊടുത്തു. അപ്പോഴേക്കും ലച്ചു ഒരു ഷോൾ കൊണ്ട് മുൻഭാഗം മറച്ചിടും. റയാൻഷ് ലച്ചുവിനെ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. അവൻ അത് മതി. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അവൻ അവളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അവന് വലിയ സമാധാനമാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കുഞ്ഞിപ്പെണ്ടെ 28 ഒക്കെ നല്ല ആഡംബരത്തോടെ തന്നെ ഹരി നടത്തി. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സുന്ദരിപ്പെണ്ണെ ചിരിക്കാനും കളിക്കാനും നോക്കാനും ഒക്കെ തുടങ്ങി. ഓഫീസിൽ നിന്ന് വന്നാൽ ഹരിയും റയാൻഷും ആ റൂമിൽ കൂടും. അവർ മാത്രമല്ല, റോഷ്നിയും സുഭദ്രയും ഉണ്ടാകും. എല്ലാരും കൂടെ കുഞ്ഞിപ്പെണ്ണെ എടുത്തും കൊഞ്ചിച്ചും അവിടെ ഇരിക്കും. നിങ്ങളൊക്കെ ഒന്ന് പോയി, കുറെ നേരം ആയില്ലേ? കുഞ്ഞിന് ശ്വാസം മുട്ടുന്നുണ്ടാകും. പറയാനും അറിയില്ലല്ലോ തന്നെ. ലക്ഷ്മി വീട്ടിലിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് കമിഴ്ന്ന് കിടന്ന് ഞെരിപിരി കൊണ്ട് കിടന്നിരുന്നവൻ ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഹരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങാൻ നോക്കി. എവിടെ? ഹരി കൊടുക്കണ്ടേ? സുന്ദരിപ്പെണ്ണ് അവന്റെ കയ്യിൽ നിന്ന് പോവണ്ടേ? ചിരിച്ചു മയങ്ങിക്കിടക്ക. ഹരിയെ കിട്ടിയ പിന്നെ പെണ്ണിനല്ലെങ്കിലും ഇത്തിരി ഗുണങ്ങൾ കൂടുതലാ. ഒരു 10-20 ദിവസമൊന്നും ഹരി കുഞ്ഞിനെ എടുത്തിരുന്നില്ല. ആരെങ്കിലും എടുക്കുമ്പോൾ കൊഞ്ചിക്കുമെന്നതല്ലാതെ അവനൊന്നിനും വന്നിരുന്നില്ല. എന്നാൽ 28 കഴിഞ്ഞതു മുതൽ അവൻ കുഞ്ഞിനെ എടുക്കും. ആദ്യം വല്ലപ്പോഴുമായിരുന്നെങ്കിൽ പിന്നെ പിന്നെ അവനത് തഴുകി. അതോടെ എപ്പോഴും എടുക്കലും പിടിക്കലും ഒക്കെയായി. അത് റയാൻഷിനാണ് കൂടുതൽ അടിയായത്. കുഞ്ഞിനെ അവൻ കിട്ടുന്നില്ല. എപ്പോഴും ഹരിയുടെ കയ്യിലാവും. ഉറങ്ങാണോ കുഞ്ഞാ? പപ്പയുടെ മുത്തിന് ഉറങ്ങണോ? ബൾബ് പോലെ ഉരുട്ടിപ്പിടിച്ച കണ്ണുകളിലേക്ക് നോക്കി റയാൻഷ് ഹരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാരിയെടുത്തു. ഇനിയും കൊടുത്തില്ലെങ്കിൽ അളിയന്റെ ബന്ധമൊക്കെ മാറുക്കുമെന്ന് അറിയുന്നതുകൊണ്ട് ഹരി കൂടുതൽ ബലം കൊടുക്കാതെ കുഞ്ഞിനെ കൊടുത്തു. കുറച്ച് പാല് കൊടുത്തേ, കളിച്ചിട്ട് വിശന്ന് കാണും. റയാൻഷ് അതും പറഞ്ഞിട്ട് ലച്ചുവിന്റെ മടിയിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. ഇനി ആരും അവിടെ നിൽക്കില്ല. റയാൻഷ് ഉള്ളത് കൊണ്ട് എല്ലാരും പുറത്തേക്ക് ഇറങ്ങി. അതാണ് അവനും വേണ്ടത്. എല്ലാവരും പുറത്തേക്ക് പോയതും റയാൻഷ് കുഞ്ഞിനെ ലച്ചുവിന്റെ മടിയിലേക്ക് കൊടുത്തവിടെ കാലിലായി അവനും കിടന്നു. ഇനി പപ്പയും മോളും മമ്മയും മാത്രമാകും അവിടെ. കളിച്ചിരി മാത്രം. ഹരി താഴെ ഡോർ അടച്ച് ലോക്കാക്കിയ ശേഷം മുകളിലേക്ക് കയറി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അവനെ മൊത്തത്തിലൊരു തണുപ്പ് പൊതിഞ്ഞു. ഹരിയുടെ നോട്ടം ബെഡിലേക്ക് നീണ്ടു. അവിടെ പുതപ്പിനുള്ളിൽ തല മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട് പൊതിഞ്ഞു കിടക്കുന്നുണ്ട് ഒരുത്തി. തണുപ്പ് പറ്റുമെങ്കിൽ കുറച്ചിട നിനക്ക്. അതും പറഞ്ഞിട്ട് ഹരി റിമോട്ട് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോഴും ഒരുത്തി പുതപ്പിനുള്ളിൽ തണുത്ത് വിറച്ച് കിടക്കുന്നുണ്ട്. ഹരി ഒരിക്കൽ കൂടെ അവളെ നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ഓഫീസിൽ നിന്നും വന്നതേ ആദ്യം കുളിക്കും. കുഞ്ഞിപ്പെണ്ണുള്ളത് കൊണ്ട് ആദ്യം അത് കഴിയും. അതിനുശേഷമാണ് ബാക്കിയൊക്കെ. ഉറങ്ങിയോ? ഹരിയുടെ ശബ്ദം കേട്ടതും കണ്ണുകൾ അടച്ച് മലർന്ന് കിടന്നിരുന്നവൾ കണ്ണുകൾ തുറന്ന് ഹരിയെ നോക്കി. ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ അടുത്തേക്ക് വരികയാണ്. ഉറക്കം വരുന്നില്ല. വേഗം വന്ന് ഒന്ന് ഉറക്കിത്തായോ. അവളുടെ ശരീരത്തെ മൊത്തമായി പൊതിഞ്ഞു കിടക്കുന്ന പുതപ്പ് മാറ്റിക്കൊണ്ട് റോഷ്നി പറഞ്ഞതും ഹരി അവളുടെ ശരീരത്തിന് മുകളിലേക്ക് കയറി കമിഴ്ന്ന് കിടന്നു. ഹരിയുടെ ഒരു ടീഷർട്ട് മാത്രമാണ് അവളുടെ വേഷം. ഉള്ളിലൊന്നുമില്ലേ? അവളിലേക്ക് ഒന്നുകൂടെ അമർന്നുകൊണ്ട് ഹരി സ്വകാര്യമായി ചോദിച്ചു. ഇല്ല, ഇതന്നെ അധികം. എല്ലാം കുറച്ചു കഴിഞ്ഞാൽ അഴിച്ചു മാറ്റണ്ടേ? വെറുതെ എന്തിനാ സമയം കളയുന്നത്? ഹരിയുടെ പുറത്തുകൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ മൂക്കിൽ അവളുടെ മൂക്ക് ഉരസിക്കൊണ്ട് പറിച്ചു. അത് നന്നായി. അപ്പൊ നമുക്ക് വേഗം കാര്യത്തിലേക്ക് കടക്കാം. അവൻ പറയലും കൈയിടിച്ച് ലൈറ്റ് ഓഫ് ആക്കി ഡിം ലൈറ്റ് ഓൺ ആക്കലും കഴിഞ്ഞിരുന്നു. റോഷ്നിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു. അവൾക്ക് നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ മുഖത്തിന്റെ ഓരോ ഭാഗത്തും അവൻ ചുണ്ടുകൾ അമർത്തി അമർത്തി വെച്ചു കൊടുത്തു. ഇടയ്ക്ക് ചുണ്ടുകൾ അമരുന്ന ഇടം പല്ലുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ കടിച്ചും നുണഞ്ഞും അങ്ങനെ അവൻ ആ മുഖം മൊത്തം ചുംബനം കൊണ്ട് മൂടി. ഹരിക്കുട്ടാ. അവളെ നെഞ്ചിലൊരു കുഞ്ഞിനെ പോലെ നുണഞ്ഞു കിടക്കുന്നവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ച് അവന്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ ഉയർത്തി. നനഞ്ഞ ചുണ്ടുകളോടെ
ചുളിഞ്ഞ നെറ്റിയുടെ ഹരി റോഷ്നി കൂർപ്പിച്ചു നോക്കി. ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് വിഷമാവുന്നുണ്ടോ? റോഷ്നി സങ്കടത്തോടെ ചോദിച്ചു. ഹരിയുടെ ചുളിഞ്ഞ നെറ്റി ഒന്നുകൂടെ ചുളിഞ്ഞു. അവൻ അവളുടെ കൈവിട്ട് ബെഡിലേക്ക് കിടന്നു. ഏട്ടൻ അങ്ങനെയാണ് ഹരി, ഒരു സ്വാർത്ഥന. ഏട്ടൻ പറയുന്നതോ ചെയ്യുന്നതോ നിനക്ക് സങ്കടമാവുന്നുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം. ഏട്ടൻ ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായതല്ലേ, അതിന്റെ സന്തോഷം കൊണ്ട് ഇത്തിരി അഹങ്കാരം വന്നു പോയതാ. റോഷ്നി കാര്യമായിട്ട് അവന്റെ നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് പറയുമ്പോൾ ഹരിയുടെ ചുണ്ടിലൊരു ചിരി തീരിഞ്ഞു. എന്റെ കുഞ്ഞി, എനിക്ക് നിന്റെ ഏട്ടനോട് ഒരു ദേഷ്യമില്ല. അവന്റെ ദേഷ്യമൊക്കെ സ്വാഭാവികമല്ലേ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോൾക്ക് എന്നോടാ അവളുടെ അപ്പയേക്കാൾ ഇഷ്ടം. ഹരി ഒരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ റോഷ്നി അവനെ നിന്ന് കണ്ണു കൂർപ്പിച്ചു നോക്കി. ഈ പറഞ്ഞിതെങ്ങാനും ഏട്ടൻ കേൾക്കണം എന്നപ്പോൾ ഒരു നോട്ടം. സത്യം, അതിന്റെ ഒരു കുശുമ്പ് അവനുണ്ട്. പിന്നെ ഓഫീസിൽ നിന്ന് ആദ്യം എത്തുന്നത് ഞാനല്ലേ. സ്വാഭാവികമായിട്ടും മോൾ എന്റെ കയ്യിലല്ലേ കുറെ നേരം ഇരിക്കാം. അവൻ വന്നിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ വഴക്ക് പറയാനും റൂമിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ അവകാശമുണ്ട്. അതിലെനിക്ക് യാതൊരു തരത്തിലുള്ള പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. ചെരിഞ്ഞു കിടക്കുന്നവരുടെ മാറിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തി. നമുക്ക് വേഗം ഒരു കുഞ്ഞായാൽ നമുക്കും ഇതൊക്കെ തിരിച്ചു കാണിക്കാം. റോഷ്നി പറഞ്ഞപ്പോൾ ഹരിമുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണിന് കുഞ്ഞിനെ എടുക്കാനും കൊഞ്ചിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ക്ലാസ്സിന് പോവലും വരവലും ഒക്കെ അവൾ ഇത്തിരി അധികം ബിസിയാണ്. അതൊക്കെ ചുമ്മാ നിന്റെ തോന്നല. അപ്പോഴും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആകും. കാരണം ഇനി നമ്മൾ മാമയും മാമിയും ഒന്നുമല്ല ആവാൻ പോകുന്നത്, അച്ഛനും അമ്മയുമാണ്. നമ്മുടെ മോളോട് കാണിക്കുന്ന പോലെ ആവില്ല നമ്മൾ നിന്റെ ഏട്ടനെ കുഞ്ഞിനോട് കാണിക്കുന്നത്. അതെന്താ, രണ്ടിട്ട് കാണിക്കോ? ഹരി പറഞ്ഞത് മനസ്സിലാവാതെ റോഷ്നി തിരിച്ചു ചോദിക്കുമ്പോൾ ഹരി അവളെ കണ്ണോട്ടി നോക്കി. അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മുടെ കുഞ്ഞിനേക്കാൾ ഒരു പടി മുകളിൽ നമുക്ക് മോളെ തന്നെ ആകും ഇഷ്ടം. ആ കുഞ്ഞിനോട് കാണിക്കുന്ന നമ്മുടെ സ്നേഹവും കരുതലും ഒരു മാമി മാമൻ എന്ന നിലയ്ക്കാകുമെന്ന് മാത്രം. അപ്പോഴും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആകും, ഒന്നും മാറാൻ പോകുന്നില്ല. ഹരി ഒന്നുകൂടെ വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ റോഷ്നി മനസ്സിലായതുപോലെ തല കുലുക്കി. സംശയമൊക്കെ തീർന്ന സ്ഥിതിക്ക് ഞാൻ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കട്ടെ. ഇനി വല്ല കൊനിഷ്ടി പിടിച്ച സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തീർത്തു തരാം. അതും പറഞ്ഞുകൊണ്ട് കാൽച്ചുവട്ടിൽ കിടക്കുന്ന പുതപ്പ് അവൻ രണ്ടുപേരുടെയും മുകളിലേക്ക് തല മൂടും വിധത്തിൽ ഇട്ടതും അതിനുള്ളിൽ നിന്ന് റോഷ്നിയുടെ പൊട്ടിച്ചിരിയും നിശ്വാസവും കിതപ്പും പുറത്തേക്ക് വന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. 3 മാസം കഴിഞ്ഞപ്പോൾ സുഭദ്ര തിരിച്ചുപോയി. കൂടെ ലച്ചും റയാൻഷും കുഞ്ഞും പോയി. ഒരാഴ്ച അവിടെ നിന്നിട്ട് അവർ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. വരാതെ വേറെ വഴിയില്ല. റോഷ്നി എന്ന് വിളിച്ച് കരച്ചിലാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് കുറച്ചു ദിവസം നിൽക്കാൻ പോയവർ അധികം ദിവസമൊന്നും നിൽക്കാൻ കൂട്ടാക്കാതെ വേഗം തിരിച്ചു പോന്നു. ഇന്ന് ഹരിയുടെ വീട്ടിൽ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. റിയാൻഷിന്റെയും ലച്ചുവിന്റെയും കുഞ്ഞിന്റെ 1ാമത്തെ പിറന്നാൾ. എല്ലാവരുടെയും സൗകര്യം നോക്കി രാത്രിയാണ് പരിപാടി വെച്ചിരിക്കുന്നത്. വീട്ടിൽ തന്നെയാണ് പരിപാടി. അത്യാവശ്യം മിറ്റമൊക്കെ ഉള്ളത് കൊണ്ട് സ്റ്റേജൊക്കെ കെട്ടി പന്തലൊക്കെ ഇട്ട് ആർഭാടമാക്കി തന്നെയാണ് പരിപാടി നടക്കുന്നത്. ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു വലിയ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിന്റെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വിഷസും എഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ റിഷാനിക എന്നും എഴുതിയിട്ടുണ്ട്. റിഷാനിക എന്ന പേര് ലച്ചുവിന് സെലക്ഷനാണ്. പെൺകുട്ടിയാണെങ്കിൽ റയാൻഷ് എന്ന പേരിനോട് സാമ്യമുള്ള ഒരു പേരും, ആൺകുട്ടിയാണെങ്കിൽ അവളുടെ പേരിനോട് സാമ്യമുള്ള ഇടണമെന്ന് 2 പേരും കൂടെ ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു. വീട്ടിൽ കുഞ്ഞിനെ എല്ലാരും അവർക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കും. പൊന്നെ, സ്വത്തേ, മുത്തേ എന്നൊക്കെ. ഒന്നുകൂടെ വലുതായിട്ട് നികി എന്ന് വിളിക്കണമെന്നൊക്കെയാണ് റയാൻഷിന്റെ തീരുമാനം. വൈകുന്നേരം ആയതുകൊണ്ട് റയാൻഷിന്റെ വീട്ടിലുള്ളവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. പിന്നെയുള്ളതൊക്കെ അവരുടെ ബിസിനസ് പരിചയക്കാരും ഫ്രണ്ട്സും ഒക്കെയാണ്. അവരൊക്കെ സമയത്തിനാകും വരിക. എടത്തി, പൊന്നെവിടെ? ഒരുക്കം കഴിഞ്ഞോ? ഉറങ്ങി എഴുന്നേച്ചിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. അടുക്കളയിൽ നിന്ന് മാറ്റി റെഡി എല്ലാവർക്കുമുള്ള ജ്യൂസ് കൊണ്ടുവരുമ്പോഴാണ് റോഷ്നി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ലച്ചുവിനെ നോക്കി ചോദിക്കുന്നത്. ബ്ലാക്ക് നിറത്തിലുള്ള ഒരു സാരിയാണ് ലച്ചുവിന്റെ വേഷം. അതിൽ ഗോൾഡൻ നിറത്തിലുള്ള വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മോളുടെയും റയാൻഷിന്റെയും വേഷം. ഉടുപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ ഇട്ട് കൊടുത്ത പെണ്ണാകെ കാറിക്കുവി നാശാക്കും. ഉടുപ്പും പാട്ടി വെയറും ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഒരു സ്നാഗി മാത്രമാണെങ്കിൽ അവൾക്കൊരു കുഴപ്പമില്ല. ലക്ഷ്യം മറുപടി പറയുമ്പോൾ അത് കേട്ട് എല്ലാവരുടെയും ചുണ്ടിലും ഒരു ചിരി വീഴും. ആ സമയം തന്നെയാണ് ഹരി കുഞ്ഞിപ്പെണ്ണയും എടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നത്. ഒരു വെള്ള സ്ലീവ്ലെസ് ഉടുപ്പിൽ സുന്ദരിയായി ഒരു ഉണ്ടക്കുട്ടി, പാവക്കുട്ടിയെ പോലെ. അധികം പൊക്കവും കനവും ഇല്ലാത്ത സിമ്പിൾ ഉടുപ്പായതുകൊണ്ടാവാം അടങ്ങി ഒതുങ്ങി ഹരിയുടെ കാലി ഇരിക്കുന്നുണ്ട്. ആഹാ, ആരാപ്പ ഇത്? സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ ഉടുപ്പ് അച്ചമ്മയ്ക്ക് തരുവോ? സുഭദ്ര ഹരിയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹേയ്, ഒരൊറ്റ മുഖം തിരിക്കൽ. വല്ലപ്പോഴും മാത്രം അവിടെ പോയി നിൽക്കുന്നത് കൊണ്ട് ആരെയും അവൾ വല്ലാതെ അടുപ്പിക്കില്ല. അവളുടെ മാമ, അവളുടെ പപ്പ, അവളുടെ മമ്മ, അവളുടെ കുഞ്ഞി, അതിനപ്പുറത്തേക്ക് പെണ്ണിന് ആരെയും പറ്റില്ല. സുഭദ്ര ഒരു ദിവസം മുഴുവനൊക്കെ കണ്ടാൽ പിറ്റേന്ന് മുതൽ സുഭദ്രയുടെ കയ്യിലാകും പോവാം. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ മാറി നിന്നുള്ള കളിയേ ഉള്ളൂ. എന്റെ പൊന്നോ, അച്ഛൻ ഒന്ന് എടുക്കട്ടെ.
പിറന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തൊക്കെ പൊന്നിന് കൊണ്ടുവന്ന് അറിയോ? വാ കാണിച്ചു തരാം, വാ. ആശം എടുക്കട്ടെ. ഹേ, സുഭദ്ര എന്തൊക്കെ പറഞ്ഞിട്ടും ഹരിയുടെ കയ്യിലും അവൾ അനങ്ങിയില്ല. എന്തൊക്കെ കൊണ്ടുവന്നാലും തന്നാലും ഞാൻ വരില്ലെന്ന പോലെ അവസാനം അവന്റെ കഴുത്തിൽ കയറ്റ് തോളിലേക്ക് ചാരിക്കിടന്നു. ഇനിയും നിർബന്ധിച്ചാൽ കുഞ്ഞു കരയുമെന്ന് തോന്നിയപ്പോൾ സുഭദ്ര പതിയെ പിൻവലിഞ്ഞു. റയൻ ശാഖത്തേക്ക് കയറി വരുന്ന കണ്ടതും ഹരിയുടെ തോൾ കിടന്നവൾ ഒരു കാറിലായിരുന്നു. ബ്ലാക്കും ഗോൾഡും നിറത്തിലുള്ള കുർത്തിയിൽ അവൻ ഒന്നുകൂടെ സുന്ദരനായതുപോലെ. ഹരി കുഞ്ഞിനെ അവന്റെ കയ്യിൽ കൊടുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഹരിയും റോഷ്നിയും ഒരു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള വേഷമാണ്. പപ്പയുടെ പൊന്നിന്റെ ഫോട്ടോ എടുക്കണ്ടേ? റയൻ അവന്റെ പിന്നാലെ കയറി വന്ന ഫോട്ടോഗ്രാഫർമാരോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി. അവർക്ക് പിന്നാലെ കുടിക്കാനുള്ളതായി ലച്ചുവും കയറി. 3 പേരും കൂടെ ഒരുപാട് ഫോട്ടോ എടുത്തു. അവർക്കൊപ്പം ഹരിയും റോഷ്നിയും ഒക്കെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അതിഥികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഹാ, റോഷ്നി അല്ലേ ഇത്? അന്ന് മോളെ റിസപ്ഷനിൽ കണ്ടതാ. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. സുഖല്ലേ മോളെ? ദേവേന്ദ്രന്റെ ഒരു കൂട്ടുകാരന്റെ ഭാര്യ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹരിയും റോഷ്നിയും നോക്കിയൊരു ചെറു ചീരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. റയൻഷിന്റെ ഭാര്യ സഹോദരനാണല്ലേ? ഞാൻ റോഷ്നിയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ് പ്രേമ. ഹരി നോക്കി അവര് പറയുമ്പോൾ ഹരി അതിന് ചീവിയോടെ തല കുലുക്കി. വിശേഷം വല്ലതും ഉണ്ടോ മോളെ? റോഷ്നി നോക്കി ആന്റി ചോദിച്ചതും റോഷ്നി ഇരുന്ന് മൂളിക്കൊണ്ട് ഹരി നോക്കി. എല്ലാരും ചോദിച്ചു തുടങ്ങിയെന്നപ്പോൾ ഒരു നോട്ടം. വിവാഹം കഴിഞ്ഞിട്ട് 1-2 കൊല്ലമൊക്കെ ആയില്ലേ? ഇപ്പൊ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാവില്ല. PCOD തൈറോയിഡൊക്കെയായി ചികിത്സയ്ക്ക് നടക്കേണ്ടി വരും. ആന്റി പറയുമ്പോൾ ഹരി ഒന്ന് പുഞ്ചിരിച്ചു. അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ആന്റി. അതും പറഞ്ഞിട്ട് റോഷ്നി ഹരിയുടെ കൈയും പിടിച്ച് വരച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. നീ പറഞ്ഞത് അവർക്ക് പിടിച്ചില്ലെന്ന് തോന്നു കുഞ്ഞി. എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയേ? അല്ലെങ്കിൽ തന്നെ പറയാൻ പറ്റോ? അവരൊന്നും എനിക്ക് പേഴ്സണലി അറിയപ്പോലുമില്ല. അങ്ങനത്തെ എന്നോട് അവർക്കതൊക്കെ പറയാൻ പറ്റോ? റോഷ്നി പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചു. ഇങ്ങനെയൊരു പെണ്ണ്. എല്ലാരും ചോദിച്ചു തുടങ്ങി. ഹരിക്കുട്ട, നമുക്ക് നോക്കിയാലോ? പുറത്തേക്ക് നടക്കുമ്പോൾ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് രഹസ്യമായി ചോദിച്ചു. അങ്ങനെ മറ്റുള്ളവർ ചോദിച്ചു തുടങ്ങിയതിന്റെ പേരിലൊന്നും ഒരു കുഞ്ഞു വേണ്ട. സമയാവട്ടെ, അതൊക്കെ വരും. ഹരി പറയുമ്പോൾ റോഷ്നി അവന്റെ കയ്യിൽ നിന്നുള്ള പിടിവിട്ട് ഇത്തിരി ധൃതിയിൽ നടന്നു. ഹരി പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ നടന്നു. അങ്ങനെ പരിപാടി തുടങ്ങി. അധികം ആളൊക്കെ വന്നു. കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും കേക്കും കൊടുത്തു. ഫോട്ടോ എടുക്കാൻ എല്ലാവരും സ്റ്റേജിൽ കയറി. റയാനിഷ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ലച്ചുവിനെ ചേർത്ത് പിടിച്ചു. അവർക്ക് അപ്പുറവും ഇപ്പുറവും ദേവേന്ദ്രനും സുഭദ്രയിൽ നിന്നും പിന്നെ രുത്തനും അഞ്ജുവും നിന്നും റോഷ്നിയുടെ കയ്യിലൂടെ കൈ പിടിച്ചുകൊണ്ട് നിറച്ചീരിയുടെ ഹരിയും. അവനില്ലെങ്കിൽ ആ കുടുംബം പൂർണ്ണമാവില്ലല്ലോ. ആകെയുള്ള മരുമകനല്ലേ? നിറച്ചീരിയോടെ നിൽക്കുന്ന ആ കുടുംബത്തിലേക്ക് എല്ലാവരും ഒരു ചീരിയോടെ നോക്കി നിന്നു. അച്ഛനും അമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും മാത്രമായ ചെറിയൊരു കുടുംബം. ആ ഫോട്ടോ ഭംഗിയിൽ തന്നെ ക്യാമറയിൽ പതിഞ്ഞു.